എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 1ാമത്തെ അധ്യായമായ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന കഥയാണ്. ഈ കഥ എഴുതിയിട്ടുള്ളത് ചാൾസ് ഡി കോസ്റ്റർ എന്ന ബെൽജിയൻ എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ദി ഫാദർ ഓഫ് ബെൽജിയൻ ലിറ്ററേച്ചർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം ജനിച്ചത് മ്യൂണിച്ചിലാണ്. ചാൾസ് ഡി കോസ്റ്ററിൻ്റെ പ്രശസ്തമായ 2 കൃതികളാണ് ഒന്ന് ടിൽ ഉലൻസ്പീഗൽ ആൻഡ് ലാമ ഗോഡ്സാക്ക്. ചാൾസ് ഡി കോസ്റ്ററിൻ്റെ ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന സ്റ്റോറി ഒരു ആർട്ടിസ്റ്റിൻ്റെ കഥയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ നടന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കഥയാണ് ഈ സ്റ്റോറിയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കടക്കാം. Till in the course of his wandering from court to court, rode to the palace of the Archduke of Battenberg on his donkey. Till നമ്മുടെ കഥാപാത്രത്തിൻ്റെ പേരാണെന്ത്? ടിൽ എന്താണ് ചെയ്യുന്നത്? വാണ്ടറിങ് ആണ്, എല്ലായിടത്തും ചുറ്റിക്കറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. എവിടേക്കാണ് പോകുന്നത്? കോർട്ട് ടു കോർട്ട്. കോർട്ടിൽ നിന്ന് കോർട്ടിലേക്ക് ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പം അവൻ എവിടേക്കാണ് പോകുന്നത്? ബാറ്റൻബർഗ് പാലസിലെ ആർച്ച് ഡ്യൂക്കിൻ്റെ അടുത്തേക്കാണ് അദ്ദേഹം പോകുന്നത്. അദ്ദേഹം എന്തിൻ്റെ മുകളിലാണ് പോകുന്നത്? ഡോങ്കിയുടെ മുകളിലാണ് പോകുന്നത്. ഓക്കെ, സാധാരണ എല്ലാവരും എന്തിലാണ് പോവുക? കുതിരപ്പുറത്താണ് പോവുക അല്ലേ? അപ്പം നമ്മുടെ ടില്ല് എന്തിലാണ് പോകുന്നത്? ഡോങ്കിയുടെ മുകളിലാണ് പോകുന്നത്. നോക്കാം നെക്സ്റ്റ്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരി വൺസ് അറ്റൻഷൻ. അദ്ദേഹത്തിൻ്റെ ക്ലോത്ത്സ്, അദ്ദേഹത്തിൻ്റെ അപ്പിയറൻസ്, അത് എല്ലാവരെയും പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്നതായിരുന്നു. എങ്ങനെയാണെന്ന് നോക്കാം. ഹിസ് ക്യാപ്പ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ് ആൻഡ് ദ 3 ബ്രൈറ്റ് ഫെദേഴ്സ് ഓൺ ഇറ്റ് ഡാൻസ്ഡ് ഇൻ ദ ബ്രീസ് ആസ് ഹി റോഡ്. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നു. ആ തൊപ്പിയിൽ എന്തുണ്ടായിരുന്നു? നല്ല തിളങ്ങുന്ന 3 തൂവലുകൾ ഉണ്ടായിരുന്നു. ആ തൂവലുകൾ അദ്ദേഹം മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കാറ്റിൽ ഇങ്ങനെ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നു. അറ്റ് ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസ് ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ് കോൾഡ് ഔട്ട് ടു ഹിം. അപ്പോൾ അദ്ദേഹം എവിടെ എത്തി? ടിൽ എവിടെ എത്തി? ആർച്ച് ഡ്യൂക്കിൻ്റെ പാലസിലെത്തി. ആ പാലസിൻ്റെ മെയിൻ എൻട്രൻസിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ പാലസിൻ്റെ മെയിൻ എൻട്രൻസിൽ ഒരാൾ നിൽക്കുന്നുണ്ട്. ആ ആളാരാണ്? ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ആണ്. ആ കൊട്ടാരത്തിലെ സർവ്വസൈന്യാധിപനാണ്, സൈന്യത്തിൻ്റെ തലവനാണ്. അദ്ദേഹം അവിടെ നിൽക്കുന്നുണ്ട്. ആരെയും ഉള്ളിലേക്ക് എന്ത് ചെയ്യില്ല? എൻ്റർ ചെയ്യിക്കില്ല അല്ലേ? അദ്ദേഹം അവിടെ നിന്നിട്ട് ഇയാളെ തടയുകയാണ്. എന്താ പറയുന്നത്? ഹായ് ദയോ യു ഫെലോ ഓൺ ദി ഡോങ്കി, വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. എന്താ പറയുന്നത്? യു ഫെലോ ഓൺ ദ ഡോങ്കി, കഴുതപ്പുറത്ത് വരുന്ന, കഴുതയുടെ പുറത്ത് കയറി വരുന്ന ഫെലോ, നിന്നെ ഞങ്ങൾ എന്ത് ചെയ്യില്ല? ഇങ്ങോട്ട് കയറ്റില്ല. നിന്നെപ്പോലെയുള്ള ആളുകളെയൊന്നും ഞങ്ങൾ പാലസിനകത്തേക്ക് കയറ്റില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് എ സ്കെലിട്ടൺ. നീയും എൻ്റെ ഡോങ്കിയും എന്തുപോലെയുണ്ട്? സ്കെലിട്ടൻസ് പോലെയുണ്ട്. ഓക്കെ, ഇങ്ങനെ സ്കെലിട്ടൻസ് ആയ ആളുകളെയൊന്നും ഞങ്ങൾ ഈ പാലസിലേക്ക് കടത്തിവിടില്ല എന്ന് ആര് പറഞ്ഞു? ദ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് പറഞ്ഞു. Okay, the captain of the guards was a tall, well-built, red-haired man of about 25. അപ്പോൾ ഈ ക്യാപ്റ്റൻ എങ്ങനെയുള്ള ആളാണ്? വാസ് എ ടോൾ വെൽ-ബിൽറ്റ് ആണ്, നല്ല പൊക്കമുള്ള മനുഷ്യനാണ്. വെൽ-ബിൽറ്റ് ആണ്, നല്ല ആരോഗ്യമൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. റെഡ്-ഹെയർഡ് മാൻ, എങ്ങനെയുള്ള മുടിയാണ്? ചുവന്ന നിറത്തിലുള്ള മുടിയാണ്. എന്ത് ഏജാണ്? 25, ഏകദേശം 25 ഇയേഴ്സ് അദ്ദേഹത്തിനുണ്ട്. He was handsomely dressed in his gold-braided uniform. എങ്ങനെയാണ് ഡ്രസ്സ് ചെയ്തിട്ടുള്ളത്? ക്യാപ്റ്റൻ എങ്ങനെയാണ്? ഹാൻഡ്സംലി ഡ്രസ്ഡ്, ഒരു ജെൻ്റൽ ലുക്കൊക്കെ ആയിട്ട് നന്നായിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോമിൽ എന്താണുള്ളത്? ഗോൾഡ് ബ്രേഡഡ് ആണ്, സ്വർണ്ണ നൂലുകൊണ്ട് അലങ്കരിക്കപ്പെട്ട യൂണിഫോമാണ്. Till looked at him coolly and then dismounted from his donkey. അപ്പോൾ ക്യാപ്റ്റൻ അയാളെ തടഞ്ഞു വെച്ചു അല്ലേ? ബ്ലോക്ക് ചെയ്തിട്ട് ചീത്ത വിളിക്കുകയാണ്. ലോഫേഴ്സ്, സ്കെലിട്ടൺ എന്നൊക്കെ പറയാണ് അല്ലേ? എന്നിട്ടും ടില്ലെന്താണ്? കൂളായിട്ട് എന്ത് ചെയ്തു? ഡിസ്മൗണ്ടഡ് ഫ്രം ഹിസ് ഡോങ്കി, ഡോങ്കിയുടെ പുറത്തുനിന്ന്
താഴോട്ട് ഇറങ്ങി. ഡിസ്മൗണ്ടഡ് മീൻസ് ഗെറ്റ് ഡൗൺ ഫ്രം ഹിസ് ഡോങ്കി. ഹി ബൗഡ് ലോ ആൻഡ് സെഡ്, എന്നിട്ട് താണു വണങ്ങിക്കൊണ്ട് പറയാണ്, മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ. മേ ഗോഡ് ബ്ലെസ് യു സർ ക്യാപ്റ്റൻ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ക്യാപ്റ്റൻ. ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലിട്ടൺ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്. എന്നെ ഒരു സ്കെലിട്ടൺ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്, അതെൻ്റെ ഫോൾട്ടല്ല. ഐ ആം വെരി ഹംഗ്രി, എനിക്കിപ്പം നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഐ ഹാവ് കം ഹിയർ ബിക്കോസ് ഐ ആം ഫോഴ്സ്ഡ് ടു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താണ്? എനിക്ക് വരേണ്ടി വന്നതാണ്. ഐ ആം ഫോഴ്സ്ഡ് ടു, എനിക്ക് വരേണ്ടി വന്നതാണ്. ഇഫ് യു വിൽ ബി സോ ഗുഡ് ആസ് ടു ഗിവ് മീ എ പീസ് ഓഫ് ദി ഗോൾഡ് കോട്ട് ദാറ്റ് യു വിയർ ഓൺ യുവർ കോട്ട്. നിങ്ങൾക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കോട്ടിൻ്റെ മുകളിൽ നിങ്ങൾ വിയർ ചെയ്തിട്ടുള്ള ആ ഗോൾഡ് കോഡിൻ്റെ, ഗോൾഡ് നൂലിൻ്റെ ഒരു പീസ് എനിക്ക് തരണം. I will go and hang myself by the teeth on that large leg of mutton that I see hanging in that butcher's shop. Butcher's shop means ഇറച്ചിവെട്ടുകാരൻ്റെ കട. ആ ഇറച്ചിവെട്ടുകാരൻ്റെ കടയിൽ തൂങ്ങിക്കിടക്കുന്ന മട്ടൻ്റെ ലെഗ് ഞാൻ എൻ്റെ പല്ല് കൊണ്ട് കടിച്ചെടുക്കാം. എന്താ പറയുന്നത്? നിങ്ങളുടെ കോട്ടിൻ്റെ മുകളിൽ നിങ്ങൾ വെയർ ചെയ്തിട്ടുള്ള ആ സ്വർണ്ണ നൂല് എനിക്ക് കിട്ടുകയാണെങ്കിൽ, അതിൻ്റെ ഒരു പീസ് എനിക്ക് കിട്ടുകയാണെങ്കിൽ, ഞാൻ ആ ഇറച്ചിവെട്ടുകാരൻ്റെ കടയിൽ പോയിട്ട് അവിടെ തൂങ്ങിക്കിടക്കുന്ന മട്ടൻ്റെ ലെഗ് എൻ്റെ പല്ല് കൊണ്ട് കടിച്ചെടുക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, നിങ്ങളെനിക്ക് എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഭക്ഷണം വാങ്ങി കഴിച്ചോളാം എന്നാണ് ടില്ല് പറഞ്ഞത്. പക്ഷെ ടില്ലിൻ്റെ ഡയലോഗ്സൊക്കെ എന്താണ്? എല്ലാവരെയും എന്ത് ചെയ്യുന്നതാണ്? അട്രാക്റ്റ് ചെയ്യുന്നൊരു ഡയലോഗ്സൊക്കെയാണ്. ഓക്കെ. ദ ക്യാപ്റ്റൻ വാസ് പ്ലേയിങ് എ ഗെയിം ഓഫ് ചെസ് വിത്ത് അനദർ ഓഫീസർ. What was the captain doing? The captain was playing a game of chess with another officer. ക്യാപ്റ്റൻ ചെസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരുടെ കൂടെ? മറ്റൊരു ഓഫീസറുടെ കൂടെ. He looked curiously at Till. അവൻ എന്ത് ചെയ്തു? ടില്ലിനെ ഒന്ന് ക്യൂരിയസ്ലി നോക്കി, ഒന്ന് ജിജ്ഞാസയോടെ, ഒരു അത്ഭുതത്തോടെ നോക്കി. ബിക്കോസ് എന്തുകൊണ്ടാണ് അങ്ങനെ അത്ഭുതത്തോടെ നോക്കിയത്? ഈ സ്പോക്കൺ സ്റ്റൈൽ അല്ലേ, അദ്ദേഹം സ്പോക്ക് ചെയ്ത സ്റ്റൈല് അതൊക്കെ വളരെ അട്രാക്റ്റീവായിരുന്നു. ഓക്കെ. വെർ ഡു യു കം ഫ്രം? ഹി ആസ്ക്ഡ്. ക്യാപ്റ്റൻ ആസ്ക്ഡ് ടു ടിൽ, വെർ ഡു യു കം ഫ്രം? നീ എവിടെ നിന്നാണ് വരുന്നത്? ടിൽ റിപ്ലൈഡ്, ഫ്രം ഫ്ലാൻഡേഴ്സ്. എവിടെ നിന്നാണ് വരുന്നത് എന്നാണ് ടില്ല് പറഞ്ഞത്? ഫ്ലാൻഡേഴ്സ് എന്നാണ് വരുന്നത്. വാട്ട് ഡു യു വാണ്ട്? നീ എന്തിനാണ് വന്നത്? വാട്ട് ഡു യു വാണ്ട്? അപ്പോൾ ടില്ല് പറയാണ്, ഐ ഷുഡ് ലൈക്ക് ടു ഷോ ഹിസ് ഹൈനസ് ദ ആർച്ച് ഡ്യൂക്ക് വൺ ഓഫ് മൈ പെയിൻറ്റിങ്സ്. ഐ ആം എ പെയിൻറ്റർ. അപ്പോൾ ടില്ല് എന്താ പറഞ്ഞത്? ഞാനൊരു പെയിൻറ്ററാണ്. ഞാൻ എന്തിനു വന്നതാണ്? എൻ്റെ ഒരു ചിത്രം, ഞാൻ വരച്ച ഒരു പെയിൻറ്റിങ്സ് ആർച്ച് ഡ്യൂക്കിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ് യു മേ കം ഇൻ, സെഡ് ദ ക്യാപ്റ്റൻ സംവാട്ട് ഇംപ്രസ്ഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ക്യാപ്റ്റൻ എന്ത് ചെയ്തു? ഇംപ്രസ്ഡ് ആയി. ബിക്കോസ് ഹി വാസ് കമ്മിങ് ഫ്രം ഫ്ലാൻഡേഴ്സ് അല്ലേ? ടിൽ വാസ് കമ്മിങ് ഫ്രം ഫ്ലാൻഡേഴ്സ്. ഫ്ലാൻഡേഴ്സ് എന്നാണ് വന്നത് എന്ന് കേട്ടപ്പോൾ ക്യാപ്റ്റൻ എന്തായി? ഇംപ്രസ്ഡ് ആയി. എന്നാ പറഞ്ഞത്? ക്യാപ്റ്റൻ എന്താ പറഞ്ഞത്? വെൽ, ഇഫ് യു ആർ എ പെയിൻറ്റർ, നീ ഒരു പെയിൻറ്റർ ആണെങ്കിൽ, ആൻഡ് ഇഫ് യു കം ഫ്രം ഫ്ലാൻഡേഴ്സ്, ഫ്ലാൻഡേഴ്സ് എന്നാണ് നീ വരുന്നത് എങ്കിൽ നിനക്ക് കൊട്ടാരത്തിനകത്തേക്ക് വരാം എന്ന് പറഞ്ഞു. ഓക്കെ. The captain knew that Flemish painters and their pictures were in great demand all over Europe. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? ക്യാപ്റ്റൻ അറിയാമായിരുന്നു ഫ്ലെമിഷ് പെയിൻറ്റേഴ്സും അവരുടെ പിക്ചേഴ്സും യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു വസ്തുവാണ്. അതായത് നന്നായിട്ട് ചിത്രം വരയ്ക്കുന്ന ആളുകളാണ് എവിടെയുള്ളത്? ഫ്ലാൻഡേഴ്സിലുള്ളത്. അവിടെയുള്ള പെയിൻറ്റേഴ്സിൻ്റെ പിക്ചർ ലോകം മുഴുവൻ, യൂറോപ്പ് മുഴുവൻ ഫേമസ് ആണ്. ടിൽ വാസ് പ്രസൻറ്റഡ് ടു ദ ആർച്ച് ഡ്യൂക്ക്. ടില്ല് എവിടെ പ്രസൻറ്റ് ചെയ്യപ്പെട്ടു? ആർച്ച് ഡ്യൂക്കിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യപ്പെട്ടു. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക് 3 times ആൻഡ് സ്റ്റുഡ് ബിഫോർ ഹിം വിത്ത് ഹിസ് ഹെഡ് ബൗഡ്. ഹി സല്യൂട്ടഡ് ദ ആർച്ച് ഡ്യൂക്ക്. ആർച്ച് ഡ്യൂക്കിനെ 3 times സല്യൂട്ട് ചെയ്തു.
എന്നിട്ട് ആർച്ച് ഡ്യൂക്കിൻ്റെ മുന്നിൽ തല കുനിച്ചു നിന്നു. May your highness pardon me for my rashness in thinking that one of my painting will please your highness. എന്നോട് ക്ഷമിച്ചാലും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ തിരക്ക് കാണിച്ചു ഇങ്ങോട്ട് വന്നു. എന്താ ഞാൻ വിചാരിച്ചത്? എൻ്റെ ചിത്രം നിങ്ങളെ, എൻ്റെ പെയിൻറ്റിങ്സ് നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. May your highness pardon me for my rashness in thinking that one of my paintings will please you. എൻ്റെ ഒരു ചിത്രം നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ പാലസിലേക്ക് വന്നിരിക്കുന്നത്. I have bought a picture of Our Lady, the Virgin in her royal robes. ഞാൻ എന്താണ് വരച്ചിരിക്കുന്നത്? ഇവിടുത്തെ കൊട്ടാരത്തിലെ രാജ്ഞിയുടെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. എന്താണ്, എങ്ങനെയുള്ള ചിത്രമാണ്? രാജ്ഞി രാജകീയമായ വസ്ത്രങ്ങളിലൊക്കെ നിൽക്കുന്ന, രാജകീയമായ അലങ്കാരങ്ങളോട് നിൽക്കുന്ന രാജ്ഞിയുടെ ചിത്രമാണ് ഞാൻ ഇവിടെ വരച്ചിരിക്കുന്നത്. I have painted it specially so that I might lay it at your noble feet. ഇത് അങ്ങയുടെ കാൽക്കൽ സമർപ്പിക്കാൻ വേണ്ടി അത്രയും സ്പെഷ്യലായിട്ടാണ് ഞാനിത് വരച്ചിരിക്കുന്നത്. Till paused a few moments for his words to sink in. ടിൽ എന്ത് ചെയ്തു? കുറച്ച് സമയം സ്റ്റോപ്പ് ചെയ്തു. ഹിസ് വേർഡ്സ്, അവൻ്റെ വാക്കുകൾ അവൻ കുറച്ച് സമയം സ്റ്റോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്നത് കുറച്ച് സമയം നിർത്തി. എന്നിട്ട് യു മസ്റ്റ് ഫോർഗീവ് മീ യുവർ ഹൈനസ്, എന്നോട് ക്ഷമിച്ചാലും. ഐ ഹാവ് ഡെയർഡ് ടു ഹോപ്പ് ദാറ്റ്, ഞാൻ ധൈര്യം കാണിച്ചു. എന്തിന്? പ്രതീക്ഷിക്കാം. ദിസ് പിക്ചർ വിൽ പ്ലീസ് യു, ഈ ചിത്രം നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പെർഹാപ്സ് യുവർ ഹൈനസ് മൈറ്റ് വിഷ് ടു ഓഫർ, അങ്ങയ്ക്ക് ഈ ചിത്രം കണ്ട് അങ്ങ് സന്തോഷിക്കുമെന്നും അതിൻ്റെ ഫലമായിട്ട് ഒഴിഞ്ഞു കിടക്കുന്ന കോർട്ട് പെയിൻറ്ററിൻ്റെ സീറ്റ് എനിക്ക് അങ്ങ് നൽകുമെന്നും ഞാൻ പ്രതീക്ഷിച്ചു. ഞാൻ പ്രതീക്ഷിച്ചത് തെറ്റാണെങ്കിൽ എനിക്ക് അങ്ങ് മാപ്പ് തരണം. ഇതാണ് ടില്ല് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടില്ലിൻ്റെ ആവശ്യം എന്തായിരുന്നു? കോർട്ട് പെയിൻറ്റർ, അവിടെ ഉണ്ടായിരുന്ന കോർട്ട് പെയിൻറ്റർ മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കോർട്ട് പെയിൻറ്ററിൻ്റെ വേക്കൻസി ഉണ്ട്. ആ വേക്കൻസിയിലേക്ക് തന്നെ നിയമിക്കണം എന്നാണ് ടില്ല് ആരോട് അപേക്ഷിച്ചത്? ആർച്ച് ഡ്യൂക്കിനോട് അപേക്ഷിച്ചത്. ഓക്കെ, ദ വിർജിൻസ് പിക്ചർ വാസ് എ സ്പ്ലെൻഡിഡ് പെയിൻറ്റിംഗ് ആൻഡ് ദ ആർച്ച് ഡ്യൂക്ക് മെയ്ഡ് അപ്പ് ഹിസ് മൈൻഡ് അറ്റ് വൺസ്. The picture was very beautiful. So Archduke liked the picture and made up his mind at once. ആ പിക്ചർ കണ്ട ആ നിമിഷം തന്നെ ആർച്ച് ഡ്യൂക്ക് ഇയാളെ കോർട്ട് പെയിൻറ്ററാക്കി നിയമിക്കാൻ തീരുമാനിച്ചു. അതായത് വിർജിൻ്റെ പിക്ചർ കണ്ട ആ സമയത്ത് തന്നെ ആ പിക്ചർ ആർച്ച് ഡ്യൂക്കിന് ഇഷ്ടപ്പെടുകയും ആർച്ച് ഡ്യൂക്ക് തൻ്റെ കൊട്ടാരത്തിലെ കോർട്ട് പെയിൻറ്ററായിട്ട് ടില്ലിനെ നിയമിക്കുകയും ചെയ്തു. He embraced and kissed him on both the cheeks. He said, I shall be delighted to make you my court painter. Archduke made up his mind at once. He embraced and kissed him on both the cheeks. അയാൾ എന്ത് ചെയ്തു? ആർച്ച് ഡ്യൂക്ക് ടില്ലിനെ കെട്ടിപ്പിടിച്ച് രണ്ട് കവിളിലും കിസ് ചെയ്തു. He said, I shall be delighted to make you my court painter. നിന്നെ എൻ്റെ കോട്ട് പെയിൻറ്റർ ആക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. He directed him to the chair and made him sit on it. Well, my dear fellow, he said, you do have a tongue in your head, and you certainly seem to know how to use it. ആർച്ച്ഡ്യൂക്ക് പറയാണ്, ഡിയർ ഫെലോ, നിനക്ക് എന്തുണ്ട്? നിന്റെ തലയിൽ ഒരു നാവുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? യുവർ സ്പോക്കൺ സ്റ്റൈൽ ഈസ് വെരി ഡിഫറെൻറ്റ്. ഇറ്റ് ഈസ് വെരി അട്രാക്റ്റീവ്. ഓക്കെ, therefore yes, you certainly seem to know how to use it. You have the knowledge about how to use your tongue clearly. You are a very talkative fellow, aren't you? നീ വളരെ ഒരു സംഭാഷണ പ്രിയനാണ് അല്ലേ എന്ന് ചോദിക്കുകയാണ്. ഓക്കെ, യുവർ ഹൈനസ് may it please you to remember me and my donkey Jeff. പേരെന്താണ്? ജെഫ്. For just one more minute. Till replied, My donkey has been feeding himself fairly well. എൻ്റെ ഡോങ്കി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? സ്വന്തം ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നു, നന്നായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരുന്നിരുന്നു. Along the way on the thorns in the hedges. എവിടെ?
വരുന്ന വഴിയിലുണ്ടായിരുന്ന കുറ്റിച്ചെടികളും പുല്ലുകളും ഒക്കെ അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. Well, all along the way, on the thorns in the hedges and the grass on the roadside. But I have had nothing to eat for the past 3 days. എന്നാൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് എനിക്ക് കഴിക്കാനൊന്നും തന്നെ കിട്ടിയില്ല. My stomach has been complaining very loudly. എൻ്റെ സ്റ്റൊമക്ക് എന്നോട് വളരെ ഉറക്കനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Perhaps your highness can even hear it now. ഒരു പക്ഷേ നിങ്ങൾക്കത് ഇപ്പോൾ കേൾക്കാൻ സാധിക്കും. I have been feeding myself with the dreams of good food and drink at your royal table. I have been feeding myself. ഞാൻ എന്ത് സ്വപ്നം കണ്ടുകൊണ്ടാണ് വന്നത്? ഗുഡ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. നിങ്ങളുടെ പാലസിലുള്ള നല്ല ഭക്ഷണവും നല്ല പാനീയങ്ങളും സ്വപ്നം കണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. The Archduke smiled and said, Well, my dear fellow, you will certainly have something more solid than dreams to feed on. But where is your donkey? Archduke ചിരിച്ചുകൊണ്ട് പറഞ്ഞു, Well, my dear fellow, you will certainly have something more solid. നിങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും കട്ടിയായിട്ട്, നിങ്ങളുടെ സ്വപ്നത്തിനേക്കാളും കൂടുതൽ, നിങ്ങൾ സ്വപ്നത്തിൽ എന്താണോ വിചാരിച്ചത് അതിനേക്കാൾ കൂടുതൽ ഭക്ഷണം ഇവിടുന്ന് കിട്ടും. But where is your donkey? നിങ്ങളുടെ ഡോങ്കി എവിടെയാണെന്ന് ചോദിച്ചു. I left him outside opposite the palace. അപ്പോൾ ടിൽ എന്താണ് റിപ്ലൈ പറഞ്ഞത്? I left him outside. ഞാൻ അതിനെ എവിടെ വെച്ചിട്ടുണ്ട്? പുറത്ത് വെച്ചിട്ടുണ്ട്. Opposite the palace. പാലസിന്റെ ഓപ്പോസിറ്റ്. I shall be most grateful if Jeff is looked after him. ജെഫിന്റെ കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് വളരെയധികം നന്ദിയുള്ളവനായിരിക്കും. He needs a little fodder and lodging at night, said Till. അവന് കുറച്ച് ഭക്ഷണവും താമസിക്കാനുള്ള ഒരു സ്ഥലവും മാത്രം മതി. രാത്രിയിൽ താമസിക്കാനുള്ള ഒരു സ്ഥലവും കുറച്ച് തീറ്റയും മാത്രമേ അവന് ആവശ്യമുള്ളൂ എന്ന് ടിൽ പറഞ്ഞു. The Archduke immediately ordered the donkey to be taken care of, and he added, Treat it like one of my own animals. ആർച്ച്ഡ്യൂക്ക് പെട്ടെന്ന് തന്നെ ഓർഡർ ഇട്ടു. എന്താണ്? ദ ഡോങ്കി ടു ബി ടേക്കൺ കെയർ ഓഫ്. ആ ഡോങ്കി എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത്? ട്രീറ്റ് ഇറ്റ് ലൈക്ക് വൺ ഓഫ് മൈ ഓൺ എനിമൽസ്. എൻ്റെ സ്വന്തം എനിമൽസ് എന്ന പോലെ ഡോങ്കിയെ ശ്രദ്ധിക്കണം എന്ന് ആർച്ച്ഡ്യൂക്ക് ഓർഡർ ഇട്ടു. ബിഫോർ ലോങ് സപ്പർ വാസ് സെർവ്ഡ് ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് എ വെഡ്ഡിംഗ് ഫീസ്റ്റ്. The tables were loaded with every kind of food and drinks. Wine flowed like water. The courtiers stuffed themselves with the choicest dishes. The Archduke made Till eat and drink until his stomach was about to burst. The Archduke too ate heartily. His face was flushed with the drink. എന്താണ്? Before long, supper was served. ഉടനെ തന്നെ എന്ത് ചെയ്യപ്പെട്ടു? സപ്പർ സെർവ് ചെയ്യപ്പെട്ടു. ബിഫോർ ലോങ് മീൻസ് സൂൺ, പെട്ടെന്ന് എന്നുള്ള മീനിങ് ആണ്. ലൈക്ക് എ വെഡ്ഡിങ് ഫീസ്റ്റ്, എന്തുപോലെയാണ്? ഒരു വിവാഹ സദ്യ പോലെ അത്രയും ഫുഡ് അവിടെ സെർവ് ചെയ്യപ്പെട്ടു. ദ ടേബിൾ വെയർ ലോഡഡ് വിത്ത് എവറി കൈൻഡ് ഓഫ് ഫുഡ് ആൻഡ് ഡ്രിങ്ക്. എല്ലാ തരത്തിലുള്ള ഫുഡും ഡ്രിങ്ക്സും ഒക്കെ ടേബിളിൽ നിരത്തപ്പെട്ടു. വൈൻ ഫ്ലോഡ് ലൈക്ക് വാട്ടർ. വൈൻ, മദ്യമൊക്കെ എന്ത് ചെയ്തു? വെള്ളം പോലെ ഒഴുകി. ദ കോർട്ടിയേഴ്സ് സ്റ്റഫ്ഡ് ദംസെൽഫ് വിത്ത് ദ ചോയ്സസ്റ്റ് ഡിഷസ്. കോർട്ടിയേഴ്സ് അയാൾക്ക് ഇഷ്ടമുള്ള ഫുഡ് നന്നായിട്ട് സെർവ് ചെയ്ത് കൊടുത്തു. ദ ആർച്ച്ഡ്യൂക്ക് മേഡ് ടിൽ ഈറ്റ് ആൻഡ് ഡ്രിങ്ക് അണ്ടിൽ ഹിസ് സ്റ്റൊമക്ക് വാസ് എബൌട്ട് ടു ബേസ്റ്റ്. ആർച്ച്ഡ്യൂക്ക് ടില്ലിനെ കൊണ്ട് കഴിപ്പിച്ചു. എത്ര വരെ? ടില്ലിൻ്റെ വയറ് നിറഞ്ഞ് പൊട്ടാനാവുന്നത് വരെ ടില്ലിനെ ഫുഡ് ആർച്ച്ഡ്യൂക്ക് കഴിപ്പിച്ചു. ദ ആർച്ച്ഡ്യൂക്ക് ടു ഏറ്റ് ഹേർട്ടർലി. ആർച്ച്ഡ്യൂക്കും ഹൃദയം നിറയെ ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞാൽ തൃപ്തിയോടെ ഭക്ഷണം കഴിച്ചു. ഹിസ് ഫേസ് വാസ് ഫ്ലഷ്ഡ് വിത്ത് ഡ്രിങ്ക്. അവൻ്റെ മുഖം, ആർച്ച്ഡ്യൂക്കിൻ്റെ മുഖത്ത് എന്താണ്? മദ്യപിച്ചിട്ട് മുഖത്തുകൂടെ എന്ത് ചെയ്യാണ്? ഇത് ഒഴുകാണ്. മീൻസ് അത്രയും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ട്? ഡ്രിങ്ക് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹി സീംഡ് ലോസ്റ്റ് ഇൻ തോട്ട്.
എന്നാൽ അവൻ്റെ ചിന്ത തന്നെ നഷ്ടപ്പെട്ടതുപോലെ അദ്ദേഹം കാണപ്പെട്ടു. നന്നായിട്ട് മദ്യപിച്ചപ്പോൾ സ്വയംബോധം നഷ്ടപ്പെട്ട പോലെ അയാൾ സംസാരിക്കാൻ തുടങ്ങി. ഹി സഡൻലി ലുക്ക്ഡ് അപ്പ് ആൻഡ് സെഡ് ലൗഡ്ലി. അയാൾ പെട്ടെന്ന് നോക്കിയിട്ട് ഉറക്കെ പറഞ്ഞു, അവർ കോട്ട് പെയിൻറ്റർ മസ്റ്റ് പെയിൻറ്റ് അവർ പോർട്രേറ്റ്. എൻ്റെ കോട്ട് പെയിൻറ്റർ തീർച്ചയായിട്ടും എൻ്റെ ഒരു ചിത്രം വരയ്ക്കണം. സോ ദാറ്റ് വി വിൽ ഹാവ് ദ സാറ്റിസ്ഫാക്ഷൻ ഓഫ് ലീവിങ് അവർ മെമ്മറി ടു അവർ ഡിസെൻഡൻസ്. ഓക്കെ, എന്തിനാണ് ഈ ചിത്രം വരയ്ക്കുന്നത്? എൻ്റെ പിൻഗാമികൾ എന്നെ എല്ലാ കാലത്തും ഓർക്കാൻ വേണ്ടി എൻ്റെ ഒരു ചിത്രം ആര് വരയ്ക്കണം? ടില്ല് വരയ്ക്കണം. ഓക്കെ, വി ടു ഹാവ് ടു ടേക്ക് അവർ പാലസ് ഇൻ ഹിസ്റ്ററി അലോങ് വിത്ത് അവർ നോബിൾ ആൻസസ്റ്റേഴ്സ് ഹൂസ് പോർട്രേറ്റ്സ് അഡോൺ ദീസ് വാൾസ്. ഈ ചുമരുകളിൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നത് പോലെ എൻ്റെ ആൻസസ്റ്റേഴ്സ്, എൻ്റെ പൂർവികരുടെ ചിത്രങ്ങൾ ഈ ചുമരുകളിൽ അലങ്കരിക്കപ്പെടുന്നത് പോലെ തന്നെ എൻ്റെയും ചിത്രം ഇവിടെ വരണം. കുറേ കാലം കഴിഞ്ഞിട്ട് എൻ്റെ ചിത്രവും ഇങ്ങനെ എല്ലാവരും ഓർമ്മിക്കപ്പെടുന്ന രീതിയിൽ ഇവിടെ ഉണ്ടാവണം. ഇറ്റ് ഈസ് സാഡ് ടു തിങ്ക് ഓഫ് ഡെത്ത്. മരണത്തെക്കുറിച്ച് ആലോചിക്കുക എന്നത് പോലും സങ്കടമാണ്. വി ഡു നോട്ട് നോ വെൻ ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമൺ us. എപ്പോഴാണ് ദൈവം നമ്മളെ കോൾ ചെയ്യുക എന്ന് നമുക്കറിയില്ല. സമൺ മീൻസ് കോൾ. എപ്പോഴാണ് ദൈവം നമ്മളെ വിളിക്കുക എന്ന് നമുക്ക് അറിയില്ല. ഓക്കെ, ഗോഡ് വിൽ തിങ്ക് ഫിറ്റ് ടു സമൺ us, ബട്ട് അവർ പോർട്രേറ്റ് ഷുഡ് ബി പെയിൻറ്റഡ്. ദൈവം എപ്പോഴാണ് നമ്മളെ തിരിച്ചു വിളിക്കുക, മരണത്തിലേക്ക് വിളിക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ പോർട്രേറ്റ് ഇപ്പം തന്നെ എന്ത് ചെയ്യണം? പെയിൻറ് ചെയ്തിരിക്കണം. ടിൽ ക്വിക്ക്ലി റിപ്ലൈഡ്. ടിൽ ഉടനെ തന്നെ നിങ്ങളുടെ പ്രഭുവിൻ്റെ ചെറിയൊരു ആഗ്രഹം എനിക്കെന്താണ്? ഒരു വലിയ ആജ്ഞയാണ്. ഓൾ ദ സെയിം ഐ ഡു ഫീൽ റേദർ അൺഹാപ്പി അബൌട്ട് പെയിൻറ്റിങ് യുവർ ലോർഡ്ഷിപ്പ് ഓൾ ബൈ യുവർ സെൽഫ്. എന്നാൽ നിങ്ങളുടെ പ്രഭുവിൻ്റെ ചിത്രം പ്രഭുവിനെ മാത്രമായിട്ട് വരയ്ക്കുമ്പോൾ എനിക്കത് അൺഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് നോട്ട് ടെറിബിൾ ടു തിങ്ക് ഓഫ് യുവർ ലോർഡ്ഷിപ്പ് ബീങ് ലോൺലി ഫോർ എവർ ആൻഡ് എവർ. നിങ്ങളുടെ പ്രഭുവിന് എല്ലാ കാലത്തും ഒറ്റപ്പെട്ടായിരുന്നു ജീവിക്കേണ്ടി വന്നത് എന്ന് ഓർക്കപ്പെടുമ്പോൾ അത് ഭയാനകമല്ലേ? അതെന്താണ്? വിഷമകരമല്ലേ എന്ന് ടില്ല് ചോദിക്കുകയാണ്. Don't you think, ladies and gentlemen, that His Highness should be accompanied at least by Her Highness? നിങ്ങൾക്ക് തോന്നുന്നില്ലേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ? അവിടെ കൂടിയിരിക്കുന്നവരോട് ടില്ല് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നില്ലേ നിങ്ങളുടെ പ്രഭു അറ്റ്ലീസ്റ്റ് രാജ്ഞിയുടെ കൂടെയെങ്കിലും അവരുടെ ചിത്രത്തിൽ ആരെങ്കിലും ഉണ്ടായിരിക്കണം, അറ്റ്ലീസ്റ്റ് അവരുടെ രാജ്ഞിയെങ്കിലും ഉണ്ടായിരിക്കണം. അല്ലെങ്കിലോ ലേഡീസ്, ദ നോബിൾ ജനറൽസ് ആൻഡ് ക്യാപ്റ്റൻ ഹു അഡോൺ ഹിസ് കോർട്ട്. ഈ കോർട്ടിനെ അലങ്കരിക്കുന്ന, ഈ കോർട്ടിലുള്ള മറ്റു ആളുകളും കൂടെ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? A court like this has few revels in splendor, loveliness and chivalry. In the midst of such valor and beauty, I will make my lord and lady shine forth like the moon surrounded by lanterns. ഓക്കെ, എന്താണ് ടില്ല് പറയുന്നത്? ഞാൻ നിങ്ങളുടെ പ്രഭുവിനെയും എന്ത് ചെയ്യും? തിളങ്ങുന്ന ചന്ദ്രനെ പോലെ ഈ കൊട്ടാരത്തിലെ മറ്റു ആളുകളുടെ കൂടെ നിൽക്കുന്ന സമയത്ത് അവരെ ഞാൻ എങ്ങനെ വരച്ചെടുക്കും? തിളങ്ങുന്ന ചന്ദ്രനെ പോലെ ഞാൻ വരച്ചെടുക്കും. ആർച്ച് ഡ്യൂക്ക് തോട്ട് ദാറ്റ് ഇറ്റ് വാസ് എ ഗുഡ് ഐഡിയ. അപ്പോൾ ഇത് കേട്ടപ്പോൾ ആർച്ച് ഡ്യൂക്കിനും എന്ത് തോന്നി? ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് ആർച്ച് ഡ്യൂക്കിനും തോന്നി. വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിൻറ്റിംഗ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? ആർച്ച് ഡ്യൂക്ക് ചോദിക്കുകയാണ്, വെൽ മൈ ഫ്രണ്ട്, യുവർ പെയിൻറ്റിംഗ് വിൽ ബി എ ഗ്രേറ്റ് പീസ് ഓഫ് ആർട്ട്. നിങ്ങളുടെ ഈ പെയിൻറ്റിംഗ് എന്തായിരിക്കും? വളരെ മഹത്തരമായ ഒരു സൃഷ്ടിയായിരിക്കും. വാട്ട് റിവാർഡ് ഡു യു എക്സ്പെക്ട് ഫോർ ഇറ്റ്? താങ്കൾ എന്ത് പ്രതിഫലമാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ ടിൽ റിപ്ലൈ ചെയ്യാണ്, 100 പീസസ് ഓഫ് ഗോൾഡ്. എനിക്ക് എത്രയാ വേണ്ടത്? 100 പീസസ് ഓഫ് ഗോൾഡാണ് വേണ്ടത്. യു ക്യാൻ പേ മീ നൗ ഓർ ലേറ്റർ ജസ്റ്റ് ആസ് യു പ്ലീസ്. താങ്കൾക്കത് എനിക്ക് ഇപ്പോൾ നൽകാം, അല്ലെങ്കിൽ താങ്കൾക്കത് എപ്പോഴാണോ സൗകര്യപ്പെടുക അപ്പോൾ നൽകാം. ഓക്കെ, ഹിയർ ആർ ദ 100 പീസസ് ഓഫ് ഗോൾഡ് ഇൻ അഡ്വാൻസ്, said the archduke, giving him the gold. അപ്പോൾ ആർച്ച് ഡ്യൂക്ക് ഉടനെ തന്നെ എന്ത് ചെയ്യാണ്? 100 പീസസ് ഓഫ് ഗോൾഡ് ടില്ലിന് നൽകാണ്. ഇറ്റ് ഈസ് എൻ അഡ്വാൻസ് ആയിട്ട് നീ ഇത് വെച്ചോളൂ. ഗിവിങ് ഹിം ദ ഗോൾഡ്. എന്നിട്ട് ആ സ്വർണം എന്ത് ചെയ്യാണ്? ടില്ലിന് കൊടുക്കുകയാണ്.
ഓക്കെ, ഇതിൻ്റെ ബാക്കി ഭാഗം ടില്ലനി ഈ ആർച്ച് ഡ്യൂക്കിൻ്റെ ചിത്രം എങ്ങനെയാണ് വരയ്ക്കുന്നത്, ചിത്രം വരച്ചോ എന്നൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കേൾക്കുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.